ഡിയർ സ്റ്റുഡൻസ്, റീനൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ യൂണിറ്റ് 2ൽ ബാക്കിയുള്ള പോർഷൻസാണ് ഈ ഒരു ഓഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ആസസ് മിനറൽ ഡെഫിഷ്യൻസിയുടെ ഭാഗമായിരുന്നു. അതിൽ അയൺ ഡെഫിഷ്യൻസീസ് വരെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് മഗ്നീഷ്യം ഡെഫിഷ്യൻസി. മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിനെ നമ്മൾ പറയുന്നത് ഹൈപ്പോ മഗ്നീഷ്യമീയ എന്നാണ്. അതിനുള്ള കാരണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുവർ ഡയറ്ററി ഇൻടേക്ക്, പിന്നെ എക്സസീവ് ആയിട്ടുള്ള ആൽക്കഹോൾ ഇൻടേക്ക്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ബ്ലീഡിങ്, സർട്ടൻ മെഡിക്കേഷൻസ് ഒക്കെ ഇതിന് കാരണമാവുന്നുണ്ട്. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽ ക്രാംസ്, സ്പാസംസ് ഉണ്ടാവാം, ആകെ ക്ഷീണം തോന്നുക, പിന്നെ അബ്നോർമലായിട്ടുള്ള ഹാർട്ട് റിതംസ് പേഷ്യൻ്റ് അനുഭവപ്പെടാം, പിന്നെ മരവിപ്പ് അനുഭവപ്പെടാം, പിന്നെ ഇറിറ്റബിലിറ്റി ഓർ ആങ്സൈറ്റി, ആകെ ഇറിറ്റേഷൻസും ആങ്സൈറ്റി ഒക്കെ അനുഭവപ്പെടാം. ഇതിൻ്റെ പ്രിവെൻഷൻ ഓർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് മഗ്നീഷ്യം ഇൻടേക്ക് നമുക്ക് ഫുഡിലൂടെയൊക്കെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. നട്ട്സ്, സീഡ്സ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ കഴിക്കുക. പിന്നെ മഗ്നീഷ്യം സപ്ലിമെൻറ്റ്സ് നമ്മുടെ പേഷ്യൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്യുക. പിന്നെ അഡ്രസ് അണ്ടർലൈൻഡ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഇഷ്യൂസ് ദാറ്റ് എഫക്റ്റ് അബ്സോർപ്ഷൻ. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ശരിയാക്കി എടുക്കാം. അതായത് നമുക്കതിൽ എന്തെങ്കിലും ഇപ്പോൾ നമ്മുടെ മഗ്നീഷ്യത്തിലേക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റാത്ത എന്തെങ്കിലും കണ്ടീഷൻ ആണെങ്കിൽ, അപ്പോൾ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ശരിയാക്കാനായിട്ട് ശ്രമിക്കാം. പിന്നെ വരുന്നത് പൊട്ടാസ്യം ഡെഫിഷ്യൻസീസ് ആണ്. ഹൈപ്പോകലീമിയ എന്നാണ് നമ്മൾ ആ കണ്ടീഷനെ പറയുന്നത്. അതിനുള്ള കാരണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറ്ററി ഇൻടേക്ക് കുറയുന്നത് മൂലം തന്നെയാണ്. പിന്നെ നന്നായിട്ട് വൊമിറ്റ് ചെയ്യുക, ഡയറിയ ഉണ്ടായിരുന്നു, ഡയൂററ്റിക് കണ്ടീഷനൊക്കെ ആയിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യം ഡെഫിഷ്യൻസി കുറയാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കിഡ്നി ഡിസീസ്, എക്സസൈസ് വിയർക്കുമ്പോൾ, അതായത് വിത്തൗട്ട് റീപ്ലേനിഷിങ് ഇലക്ട്രോലൈറ്റ്സ്, നന്നായിട്ട് വിയർത്തോട്ടെ പക്ഷേ അത് റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ഇലക്ട്രോലൈറ്റ്സ് എത്തിയിട്ടില്ലെങ്കിലും ഹൈപ്പോകലീമിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവും. ഇതിൻ്റെ സിംറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസിൽ വീക്ക്നെസ് ഓർ സ്പാസംസ് ഉണ്ടാവുക, ആകെ ക്ഷീണം അനുഭവപ്പെടുക, ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്സ് ഉണ്ടാവുക, കോൺസ്റ്റിപ്പേഷൻ, ടിംഗ്ലിംഗ് ഓർ നംനെസ് ഉണ്ടാവുക. ഇതിൻ്റെ പ്രിവെൻഷൻ ഓർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാം. ബനാനാസ്, ഓറഞ്ച്, പൊട്ടാറ്റോസ്, ലീഫി ഗ്രീൻസ് ഒക്കെ കഴിക്കാം. പിന്നെ പൊട്ടാസ്യം സപ്ലിമെൻറ്റ്സ് നമുക്ക് സിവിയർ ആയിട്ടുള്ള കേസ് ആണെങ്കിൽ ഡോക്ടർ അത് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അതുപോലെ തന്നെ ട്രീറ്റ് അണ്ടർലൈയിങ് കോസസ് ഓഫ് എക്സസീവ് പൊട്ടാസ്യം ലോസ്. നെക്സ്റ്റ് വരുന്നത് സിങ്ക് ഡെഫിഷ്യൻസി ആണ്. അതിനുള്ള കാരണങ്ങൾ നമ്മൾ ഡയറ്ററി ഇൻടേക്കിൽ മതിയായ രീതിയിൽ സിങ്ക് കിട്ടാത്ത കാരണം കൊണ്ടാണ്. ഇത് കോമൺ ആയിട്ട് നമുക്ക് വെജിറ്റേറിയൻ വേഗൻ ഡയറ്റ്സിലൊക്കെയാണ് ഉണ്ടാവുന്നത്. പിന്നെ വരുന്നത് മാലബ്സോർപ്ഷൻ സിൻഡ്രോംസ് ആണ്. പിന്നെ ഇൻക്രീസ്ഡ് നീഡ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ. പിന്നെ വരുന്നത് അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂൺ ഫങ്ഷൻസ് ആകെ പ്രശ്നത്തിലാവും. അതുപോലെ തന്നെ മുറിവൊക്കെ ഉണങ്ങാനായിട്ട് സമയം കൂടുതലായിട്ട് വരും. ഹെയർ ലോസ് ഉണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് ടേസ്റ്റ് നഷ്ടപ്പെടുക, വിശപ്പ് ഇല്ലാതിരിക്കുക, സ്കിൻ റാഷസ് അനുഭവപ്പെടുക, ഡെർമറ്റൈറ്റിസ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാം. ഇതിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട് നമുക്ക് സിങ്ക് റിച്ച് ആയിട്ടുള്ള ഫുഡുകളായ മാംസം, ഷെൽഫിഷ്, പിന്നെ ലെഗ്യൂംസ്, നട്ട്സ്, സീഡ്സ് ഒക്കെ കഴിക്കാം. പിന്നെ സിങ്ക് സപ്ലിമെൻറ്റ്സുകൾ നമുക്ക് അത്രയും കൂടുതലായിട്ട് സിങ്കിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കഴിക്കാം. പിന്നെ വരുന്നത് അഡ്രസ് മാലബ്സോർപ്ഷൻ ഇഷ്യൂസ് ഇഫ് പ്രസൻറ്റ്. നെക്സ്റ്റ് വരുന്നത് അയൺ ഡെഫിഷ്യൻസി ആണ്. അതിനുള്ള കാരണങ്ങൾ ലോ ഡയറ്ററി ഇൻടേക്ക് ഓഫ് അയഡിൻ ആണ്. പിന്നെ വരുന്നത് കൺസംഷൻ ഓഫ് ഫുഡ്സ് ദാറ്റ് ഇൻ്റർഫിയർ വിത്ത് അയഡിൻ അപ്ടേക്ക്. നെക്സ്റ്റ് ലാക്ക് ഓഫ് അയഡിനൈസ്ഡ് സോൾട്ട്. ഇതൊക്കെ കാരണം കൊണ്ട് അയഡിൻ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഗോയിറ്റർ ഉണ്ടാവും, അതായത് എൻലാർജർ തൈറോയ്ഡ് ഗ്ലാൻഡ്. പിന്നെ പേഷ്യൻ്റിനാകെ ക്ഷീണം അനുഭവപ്പെടുക, വെയിറ്റ് ഗെയിൻ ഉണ്ടാവുക, കോൾഡ് ഇൻടോളറൻസ്, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ വരുന്നത് ഡെവലപ്മെൻറ്റൽ ഡിലേസ് ഇൻ ചിൽഡ്രൻ ഇഫ് ഡെഫിഷ്യൻസി ഒക്കേഴ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി.
പിന്നെ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ് ആൻഡ് പുവർ കോൺസെൻട്രേഷൻ. ഇനി അതിൻ്റെ പ്രിവെൻറ്റ് ഓർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? അയഡിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സുകൾ കഴിക്കുക, അതായത് സീവീഡ്, അയഡിനൈസ്ഡ് സോൾട്ട്, സീ ഫുഡ്സൊക്കെ കഴിക്കുക. അയഡിൻ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ അയഡിനൈസ്ഡ് സോൾട്ടൊക്കെ നമുക്ക് കഴിക്കാം. പിന്നെ മോണിറ്റർ തൈറോയ്ഡ് ഫങ്ഷൻ, നമുക്ക് തൈറോയ്ഡ് ഫങ്ഷനെ മോണിറ്റർ ചെയ്യുക ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ ഹൈപ്പോതൈറോയിഡിസം കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് ഫോസ്ഫറസ് ഡെഫിഷ്യൻസിനെ ഹൈപ്പോഫോസ്ഫറ്റീമിയ എന്നാണ് പറയുന്നത്. ഇതിനുള്ള കാരണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുവർ ഡയറ്റ് ഇൻടേക്ക്, ക്രോണിക് ആൽക്കഹോൾ യൂസ്, പിന്നെ ചില മെഡിസിൻസൊക്കെ കഴിക്കുമ്പോൾ, അതായത് ആൻറ്റാസിഡ് കണ്ടെയ്നിങ് അലുമിനിയം മെഡിസിൻസൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറയും. പിന്നെ വരുന്നത് നമുക്ക് എന്തെങ്കിലും പോഷകാഹാരക്കുറവൊക്കെ വരുമ്പോഴും ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവാം. സിംറ്റംസ് വരുന്നത് നമുക്ക് ക്ഷീണം തോന്നുക, അതുപോലെ തന്നെ ബാക്ക് പെയിൻ വരിക, ഫ്രാക്ചേഴ്സ് ഉണ്ടാവാം, ആകെ കൺഫ്യൂഷൻ ഉണ്ടാവുക, ഇറിറ്റേഷൻസ് എപ്പോഴും അനുഭവപ്പെടാം, വിശപ്പില്ലായ്മ, മസിലാകെ വീക്കാവുക, പിന്നെ മരവിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഫോസ്ഫറസ് റിച്ച് ഫുഡുകളായിട്ടുള്ള മാംസം, ഡയറി പ്രൊഡക്ട്സ്, ഫിഷ്, എഗ്സ് ഒക്കെ കഴിക്കാം. അതുപോലെ തന്നെ അഡ്രസ് അണ്ടർലൈങ് ഹെൽത്ത് കണ്ടീഷൻ ഓർ മെഡിക്കേഷൻ യൂസ് കോസിങ് മാലബ്സോർപ്ഷൻ. ഫോസ്ഫറസ് സപ്ലിമെൻറ്റ്സുകളൊക്കെ നമുക്ക് വല്ലാതെ നമുക്ക് ഫോസ്ഫറസിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോസ്ഫറസ് സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കാം. അടുത്ത വരുന്നത് സെലിനിയം ഡെഫിഷ്യൻസി ആണ്. ഇതിനുള്ള കാരണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് സെലിനിയം എത്താത്തത് തന്നെയാണ്. സോയിൽ ഡിപ്ലൻഷൻ ഇൻ സെർട്ടൈൻ ഏരിയാസ്. പിന്നെ വരുന്നത് മാലബ്സോർപ്ഷൻ ഡിസോർഡേഴ്സ് വരും. പിന്നെ ലോ ഇൻടേക്ക് ഓഫ് സെലിനിയം റിച്ച് ഫുഡ്സ്. നെക്സ്റ്റ് അതിൻ്റെ സിംറ്റംസ് വരുന്നത് വീക്ക് ഇമ്മ്യൂൺ ഫങ്ഷൻസ് ഉണ്ടാവുക, മസിലാകെ വേദന എടുക്കുക, ആകെ ക്ഷീണം അനുഭവപ്പെടുക, പിന്നെ കോഗ്നിറ്റീവ് ഡിക്ലൈൻസ്, റിസ്ക് ഓഫ് ഹാർട്ട് ഡിസീസ് ആൻഡ് തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ. പ്രിവെൻഷൻ ഓർ ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് വരുന്നത് ഇൻക്രീസ് ഇൻടേക്ക് ഓഫ് സെലിനിയം റിച്ച് ഫുഡ്സ്. സെലിനിയം സപ്ലിമെൻറ്റ്സ് മേ ബി നീഡഡ് ഇൻ സിവിയർ കേസസ്. സെലിനിയം സപ്ലിമെൻറ്റ്സ് മേ ബി നീഡഡ് ഇൻ സിവിയർ കേസസ്. അഡ്രസ് എനി മാലബ്സോർപ്ഷൻ കണ്ടീഷൻസ്. നെക്സ്റ്റ് കോപ്പർ ഡെഫിഷ്യൻസി ആണ്. കോപ്പർ ഡെഫിഷ്യൻസിയുടെ കാരണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൽന്യൂട്രീഷൻ അല്ലെങ്കിൽ പുവർ ഡയറ്ററി ഇൻടേക്കാണ് വരുന്നത്. പിന്നെ എക്സസീവ് ആയിട്ടുള്ള സിങ്ക് സപ്ലിമെൻറ്റേഷൻ വരുമ്പോഴും കോപ്പർ ഡെഫിഷ്യൻസീസ് ഉണ്ടാവും. പിന്നെ വരുന്നത് ജനറിക് ഡിസോർഡേഴ്സ്, മെൻകസ് ഡിസീസുകൾ വരുമ്പോൾ, ഗ്യാസ്ട്രോഇൻറ്റസ്റ്റിനൽ സർജറി ഓർ മാലബ്സോർപ്ഷൻ കണ്ടീഷൻസ് വരുമ്പോഴും കോപ്പർ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാം. ഇനി അതിൻ്റെ സിംറ്റംസ് വരുന്നത് അനീമിയ, ഇംപെയർഡ് ഇമ്മ്യൂൺ ഫങ്ഷൻസ്, ബോൺ അബ്നോർമാലിറ്റീസ്, ഫാറ്റിക് ആൻഡ് വീക്ക്നെസ്, ലോസ് ഓഫ് ബാലൻസ് ആൻഡ് ഡിഫിക്കൽറ്റി വാക്കിംഗ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ പ്രിവെൻഷൻ ഓർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് കോപ്പർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം. പിന്നെ വരുന്നത് സിങ്ക് സപ്ലിമെൻറ്റേഷൻസ്, നമ്മുടെ സിങ്കിനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കഴിക്കാം. പിന്നെ കോപ്പർ സപ്ലിമെൻറ്റ്സുകളൊക്കെ നമുക്കിതുപോലെ തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും.